പെൻഷൻ കൂട്ടുമെന്ന് കാത്തിരുന്നവർക്കൊക്കെ നിരാശ സമ്മാനിക്കുന്നതാണ് ഈ ബജറ്റ് എന്ന കാര്യത്തിൽ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഭൂനികുതി കുത്തനെ കൂട്ടിയതാണ് സാധാരണക്കാരനും ഇരുട്ടടിയാകുന്നത് അല്ലേ? പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. പ്രശാന്ത്, നമുക്ക് ആദ്യഘട്ടം തന്നെ എനിക്ക് തോന്നുന്നു രണ്ട് ഹൈലൈറ്റ് ആയിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത്. എങ്ങനെ കെൻ ബാലഗോപാലിന്റെ ഈ ഒരു ബജറ്റിനെ നമ്മൾ നോക്കിക്കാണണം. തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അതിന് മുൻപ് ഉണ്ടാകുന്ന ഒരു ബജറ്റിൽ കുറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. എങ്ങനെ വിലയിരുത്തണം? അക്ഷയ, ഈ ധനമന്ത്രി കെൻ ബാലഗോപാലിൻ്റെ ഈ സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജനപ്രിയ ബജറ്റ് ആകേണ്ടത് അനിവാര്യമായിരുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. പക്ഷേ ഒരു ജനപ്രിയമാക്കാൻ സർക്കാരിന് അത് കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിലുടനീളം നേരിടുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, സാമ്പത്തിക പ്രയാസങ്ങൾ തന്നെയാണ് അതിൽ നേരിടുന്നത്. കാരണം കേന്ദ്ര സർക്കാരിന് മുൻപാകെ 2000 കോടി രൂപയാണ് വിഴിഞ്ഞം പാക്കേജിന് വേണ്ടി സഹായം ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ബജറ്റിൽ വിഴിഞ്ഞത്തിനൊരു പ്രത്യേക പരിഗണന സർക്കാരിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം 750 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജ് എന്നുള്ളത് നേരത്തെ തന്നെ മന്ത്രിസഭ അംഗീകരിച്ചതും പ്രഖ്യാപിച്ചതുമെല്ലാമാണ്. അതിനപ്പുറത്തേക്കുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഈ 65 ലക്ഷത്തിലധികം വരുന്ന സാമൂഹ്യക്ഷേമ ഗുണഭോക്താക്കളുടെ കാര്യം, അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് ഈ സർക്കാരിൻ്റെ അവസാനമാകുമ്പോൾ 2500 രൂപയിൽ എത്തിക്കേണ്ട പെൻഷൻ ഇപ്പോൾ 1600 തന്നെ നിൽക്കുകയാണ്. സർക്കാരിന് ഒരു രൂപ പോലും കൂട്ടാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ വർധന ഉണ്ടായിട്ടില്ല മാത്രമല്ല 3 മാസം കുടിശ്ശിക തീർക്കുമെന്ന ഒരു ആശ്വാസം ഉറപ്പ് മാത്രം നൽകുന്നു. അപ്പോൾ അവിടെ നിരാശരാണ്. കാരണം 1600 രൂപയിൽ നിന്ന് കൂടുന്നൊരു സാഹചര്യം ഉണ്ടല്ല, 100 രൂപയെങ്കിലും കൂടുമെന്ന് പലരും പ്രതീക്ഷിച്ചാണ്. സർക്കാരിൻ്റെ ഈ വികസന കാഴ്ചപ്പാട് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ബജറ്റിൽ പ്രധാനമായും ബജറ്റ് കവർ പേജ് തന്നെ വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖത്തിൽ ഊന്നിയുള്ള അടിസ്ഥാന സൗകര്യ വികസനം, അത് NH 66 ആണെങ്കിലും അതുപോലെ തന്നെ കോവളം ബേക്കൽ ഉൾനാടൻ പാതയുമായി ബന്ധപ്പെട്ടും അതുപോലെ അനുബന്ധ വികസനവുമെല്ലാമാണ് വികസന കാഴ്ചപ്പാടായിട്ട് വയ്ക്കുന്നത്. അപ്പോഴും 2028 വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമെന്ന് പറയുന്നത് അദാനി പോർട്സ് 9500 കോടി രൂപ നിക്ഷേപിച്ചത് പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. സർക്കാർ കിഫ്ബിയിലൂടെ 1000 കോടിയും 500 കോടിയും 1500 കോടി രൂപ കണ്ടെത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാട് എന്നുള്ളത് ഈ രീതിയിലാണ്. ഇതിനപ്പുറത്തേക്ക് കിഫ്ബിയുടെ കാര്യത്തിലേക്ക് വന്നാൽ കിഫ്ബി ഈ രീതിയിൽ പോയിട്ട് കാര്യമില്ല, ഒരു വരുമാന മാതൃകയായി മാറിയേ മതിയാകൂ എന്ന സൂചന കൃത്യമായി സർക്കാർ ഈ ബജറ്റിൽ പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നു വന്ന ചർച്ച എന്തിലേക്കായിരുന്നു, എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. ടോൾ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കിഫ്ബിക്ക് ഒരു റവന്യൂ മോഡലായി മാറിയേ പറ്റൂ എന്ന കാര്യവും ദേശീയ അക്കാര്യങ്ങൾ പല ശരിയാണ്. എന്തായാലും പ്രശാന്ത് തുടരുക. വരുമാന മാർഗങ്ങൾ സർക്കാരിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷെ അത് സാധാരണക്കാർക്ക് കൂടുതൽ അല്ലേ, അവരുടെ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് വീണ്ടും അവരുടെ പോക്കറ്റ് കാലിയാക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന ഭയം നിലനിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് രാഷ്ട്രീയപരമായിട്ടും.